ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ബ്രെഡിൻ്റെ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ളത് മല്ലിയില, ക്യാപ്സിക്കം, ഒരു പച്ചമുളക്, ഒരു സവാള, പിന്നെ വേണ്ടത് ചീസാണ് കേട്ടോ. ചീസ് ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് ഇങ്ങനെ നുറുക്കിയിരിക്കുന്നതാണ് കണ്ടോ അത്. പിന്നെ വേണ്ടത് നമുക്ക് സോസാണ് കേട്ടോ, ടൊമാറ്റോ സോസ്. അത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബ്രെഡാണ്. സാൻഡ്വിച്ചൊക്കെ നമ്മൾ ബ്രെഡ് കൊണ്ടാണല്ലോ ഉണ്ടാക്കുക, അപ്പോൾ ബ്രെഡ് ആവശ്യമാണ്. ഇത് ഏത് ബ്രെഡായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ബട്ടറാണ് കേട്ടോ, നല്ല മെൽറ്റായിട്ടുള്ള ബട്ടർ. അപ്പോൾ നമുക്കിതാ ഈ പച്ചമുളക്, സവാള, മല്ലിയില ഇതൊക്കെ കൂടി നമുക്ക് ഇങ്ങനെ ഒരു ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക പൊടിച്ചെടുക്കാം, അരിഞ്ഞെടുക്കാം കേട്ടോ. അതുകൊണ്ടോ സവാള ഇങ്ങനെ ഇത്തിരി വലിയ കഷ്ണമായാലും കുഴപ്പമില്ല. ചോപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാവും, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞാലും മതിയാവും കേട്ടോ. ഇതിപ്പോൾ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വിധത്തിലാണ്, മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇതപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട്. സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇതാ ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഏത് കളർ വേണമെങ്കിലും ചേർക്കാം, ചുവപ്പ് ആയാലും യെല്ലോ ആയാലും ഒക്കെ ചേർക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ ഗ്രീനാണ്. അത് ഇട്ട് കൊടുത്തു. പിന്നെ അടുത്തത് ഇതാ മല്ലിയില ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് നുറുക്കി ചേർക്കുകയാണ്. മൊത്തമായിട്ട് ഇടണമെങ്കിൽ ഇടാം, പക്ഷേ എന്നാലും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് അരിഞ്ഞിടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടത് പൊടിഞ്ഞ് കിട്ടും. വേറെ ഒന്നുമില്ല, ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞ് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ കണ്ടോ, എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസിയാണ് അതിനുള്ള ഇങ്ങനെ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. വളരെ നല്ലതാണ്, നമുക്ക് കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുക്കാൻ വളരെ നല്ലതാണ്. ഇതാ കണ്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടിത് നമ്മൾ കൈവച്ച് അരിയുന്നതിനേക്കാളൊക്കെ ഈസി ആയിട്ട് ഇതാ നന്നായിട്ട് കുനുകുനാന്നനെ അങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്യാപ്സിക്കം, പച്ചമുളക്, അതുപോലെ സവാള ഒക്കെ, മല്ലിയില എല്ലാം ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി നീക്കി വയ്ക്കാം കണ്ടോ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നീക്കി വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ബ്രെഡ് എടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നേരത്തെ കാണിച്ച ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ ആവശ്യാനുസരണം എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇവിടെ മക്കൾക്കും എല്ലാവർക്കും ബട്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നന്നായിട്ട് തന്നെ ബട്ടർ ഇട്ട് കൊടുക്കും. ബട്ടർ കൂടുതലിട്ടാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കണം. കുട്ടികൾക്കൊന്നും അല്ല, വലിയവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ബട്ടർ തേച്ചതിന് ശേഷം മറ്റേ സ്ലൈസ് ബ്രെഡ് ഉണ്ടല്ലോ, അതിൽ ഞാൻ എന്താ സോസ് അങ്ങനെ എല്ലായിടത്തേക്കും ആകത്തക്ക വിധത്തിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറിയ രീതിയിൽ നന്നായിട്ട് കട്ടിയായിട്ട് ഇടണമെന്നില്ല, വളരെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡായി കിട്ടിയാൽ മതി. ആ സോസിൻ്റെ രുചിയൊക്കെ എല്ലായിടത്തേക്കും ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലായിടത്തേക്കും ഇങ്ങനെ ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഞാൻ അടുത്തതായിട്ട് വേണ്ടത് നമ്മൾ പൊടിച്ച് വെച്ച ആ മല്ലിയിലയും പച്ചമുളകിൻ്റെയും ക്യാപ്സിക്കത്തിൻ്റെയും മല്ലിയിലയുടെയൊക്കെ അതില്ലേ, അതിതാ ആ കൂട്ട് അതിലേക്ക് ഇങ്ങനെ ഇപ്പുറത്തെ സ്ലൈസിലുള്ള ബ്രെഡിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ചു കണ്ടോ. അതും എല്ലായിടത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ചീസ് എടുത്തിട്ട്, ചീസൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചീസ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചേർത്തിനും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചീസ് കിട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക. ചീസ് വെച്ച് കൊടുത്തതിന് ശേഷം എന്താ ആ സ്ലൈസ് ബ്രെഡും കൂടെ ഞാൻ അതിൽ വെച്ചിട്ട് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്രസ് ചെയ്യുമ്പോൾ നല്ലപോലെ പ്രസ് ചെയ്യരുത്, പതുക്കെ. പിന്നെ നോക്കിയപ്പോൾ അതാ മുകളിൽ കുറച്ച് ബ്രെഡ്, അത് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ബ്രെഡല്ല, ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചൂടായിരിക്കുന്ന പാനിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്തു. ബട്ടർക്ക് ആവശ്യാനുസരണം നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. എന്നിട്ട് ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ കരിയരുത്, എന്നാൽ ഒരു ബ്രൗൺ നിറാവും വേണം. ജസ്റ്റ് ഒന്നിങ്ങനെ മുരിഞ്ഞ് ഇങ്ങനെ വരണം. തിരിച്ച് മറിച്ച് കൊടുത്ത് പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്യാം നമുക്ക് കേട്ടോ. നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്താൽ ഉള്ളിലുള്ള ആ ഫില്ലിങ്ങൊക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ അമർത്തി ഇങ്ങനെ കൊടുക്കുക. കണ്ടോ, ഒരു വശം അങ്ങനെ ഒരു ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നമുക്കിങ്ങനെ അതൊന്ന് ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് അതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോൾ അങ്ങനെ ഇവിടെ ടോസ്റ്റിൻ്റെ ഇതുണ്ട് കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കുന്ന ബ്രെഡ് ടോസ്റ്റർ അവിടെ ഉണ്ട്.
പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണിക്കുന്ന ഈ എല്ലാവരുടെ വീട്ടിലും ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന ഇതൊന്നും ഉണ്ടായിന്ന് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പാനിൽ വെച്ചിട്ട് നമുക്കങ്ങനെ ചെയ്യാം എന്നാണ് കാണിച്ചു തരുന്നത്. എൻ്റെ ടോസ്റ്റ് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന ഇത് ഞാൻ ഉപയോഗിക്കാതിരുന്നിട്ട് തുരുമ്പായിപ്പോയി. ഇനി പുതിയത് വാങ്ങിയിട്ട് വേണം. ഞാനപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. അതാ കണ്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. വല്ലാതെ ഇങ്ങനെ മൊരിയണ്ട, ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മതി. അതുപോലെ മറ്റേ വേറെ ഒരു ബ്രെഡും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാ അങ്ങനെ വെച്ചിട്ട് ബട്ടർ തേച്ചു എല്ലായിടത്തേക്കും ഒന്ന് ആക്കി. ബട്ടർ എത്ര വേണമെങ്കിലും തേക്കാം കേട്ടോ. നമുക്ക് ബട്ടർ ഇഷ്ടമുള്ളവർക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ബട്ടർ എടുത്തു തേച്ച് ബ്രെഡിൽ എല്ലായിടത്തേക്കും സ്പ്രെഡാക്കിയതിന് ശേഷം വീണ്ടും ഇതാ മറ്റേ സ്ലൈസിൽ ഞാൻ സോസ് എല്ലായിടത്തേക്കും സ്പ്രെഡാക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ മെത്തേഡ് തന്നെ അതിന് മീതെ മല്ലിയില കൂട്ട് നിരത്തി എല്ലായിടത്തേക്കും അതും ആക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ചീസ് ഒരെണ്ണം കഷ്ണം എടുത്തിട്ട് വെച്ച് കൊടുക്കാം. മല്ലിയിലേക്ക് ഇടുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക. കാരണം അത് കൂടി പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എല്ലായിടത്തേക്കും പുറത്തേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം എല്ലായിടത്തേക്കും ഒരളവിൽ വയ്ക്കുക. ചീസ് വയ്ക്കുക. കണ്ടോ, ചീസ് വെച്ചു. അതിന് ശേഷം ഇപ്പുറത്തിരിക്കുന്ന ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്ത് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ നമുക്ക് തേച്ച് കൊടുക്കാം. കണ്ടോ, ബട്ടർ തേച്ച് കൊടുത്തു. അതിന് ശേഷം വീണ്ടും പാനിൽ കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം ബ്രെഡ് വെച്ച് കൊടുക്കുകയാണ്. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചും മറിച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റാണ് കേട്ടോ, വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ ഈവനിങ്ങിന് നമുക്ക് ചായയുടെ കൂടെ അങ്ങനെയും നമുക്ക് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ. വളരെ രുചിയാണ്. എങ്ങനെയായാലും നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈസി അല്ലേ ഞാൻ കാണിച്ചത് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അത് ബ്രെഡൊക്കെ വാങ്ങി ഇതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും വാങ്ങി ഈസി ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. പുതിയ നല്ല റെസിപ്പികളായിട്ട് വരും. അപ്പോൾ നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 വശം ആയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, അത് റെഡി ആയിട്ടുണ്ട്. 2 ബ്രെഡാണ് ഞങ്ങളോട് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. വീഡിയോ കുറേ ലെങ്ത്തായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടോ, വളരെ നല്ല കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും വളരെ രുചിയാണ്. ഇനി വേണമെങ്കിൽ നമുക്കതിങ്ങനെ ഒരു കണ്ടോ അങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്കതിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. എന്നാലും നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ മുറിച്ചെടുത്തേക്കാണ്. കണ്ടോ, അങ്ങനെ വെച്ച് ചെയ്യാം. അപ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ എന്തായാലും ഏത് ബ്രെഡായാലും നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. വളരെ രുചിയാണ്. കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ അത് നന്നായിട്ട് ഇങ്ങനെ യോജിച്ചു നന്നായിട്ട് അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. 2 സൈഡും നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഫില്ലിംഗ് ഒന്നും പുറത്ത് പോയിട്ടില്ല. വളരെ രുചിയാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, ഓക്കെ, ബായ്.